കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്, നിങ്ങളൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇല്ല ഇനി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നെങ്കിൽ, നിങ്ങൾക്ക് വന്നിട്ട് ചാനലിൽ മുമ്പോട്ട് പോകാൻ സക്സസ് ആകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ദിവസവും എല്ലാവരും ഒരു മിനിമം സമയമെങ്കിലും യൂട്യൂബിൽ ചിലവാക്കുന്നുണ്ടെങ്കിൽ, അതായത് ഒരു 2-3 മണിക്കൂറെങ്കിലും ചിലവാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു വരുമാനം ഉണ്ടാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ള രീതിയിൽ ഒരു വരുമാനം കിട്ടുന്ന സ്ഥിതിയിൽ യൂട്യൂബിൽ എത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ എത്തിയാൽ തന്നെ നിങ്ങൾ അതുമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിക്കേണ്ടി വരും. എനിക്കറിയാവുന്ന ധാരാളം യൂട്യൂബേഴ്സ് ഇതിൻ്റെ പിറകിലുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ കണ്ടിട്ട് ചാനൽ ഉപേക്ഷിച്ച് പോയവരുണ്ട്. അപ്പോൾ എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം ചാനൽ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അതായത് നമ്മളുടെ വീഡിയോസൊക്കെ കാണാൻ ഒരുപാട് ആൾക്കാരൊന്നും ആദ്യം ഉണ്ടായിരിക്കുകയില്ല. അതുപോലെ വളരെ കുറച്ച് പേരുടെ വ്യൂസ് മാത്രമേ കിട്ടുകയുള്ളൂ. വ്യൂസ് കുറവുള്ളതുപോലെ വാച്ച് ടൈമും കയറാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും. വാച്ച് ടൈമും കുറവായിരിക്കും. പിന്നെ സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ പതുക്കെയായിരിക്കും വരുന്നത്. അപ്പോൾ ഇങ്ങനെ തുടക്കത്തിൽ തന്നെ നമ്മൾ ധാരാളം പ്രശ്നങ്ങൾ ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുമ്പോഴേക്കും പലർക്കും മനസ്സ് മടുത്തിട്ട് ഇനി വീഡിയോസ് ഒന്നും ചെയ്യണ്ട എന്ന് ഉള്ള ഒരു ചിന്ത തോന്നിപ്പോകും. യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ മുമ്പ് പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ധാരാളം പേര് ഇന്ന് യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വലിയ വലിയ യൂട്യൂബേഴ്സ് വേറെയും ഇവിടെ ഉള്ളപ്പോഴേക്കും നമ്മൾക്ക് ആദ്യ കാലങ്ങളിലൊക്കെ പിടിച്ചു നിൽക്കുക എന്നുള്ളത് വളരെ കഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ്. ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും മനസ്സിൻ്റെ മടുപ്പുകളും ഒക്കെ സഹിച്ചിട്ട് നമ്മൾക്ക് മുമ്പോട്ട് പോകാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾക്കും മുന്നേറാനായിട്ട് സാധിക്കും. ഒരു ക്രിയേറ്റർ എന്നുള്ള നിലയ്ക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. പലരും ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് അത് വിട്ടു പോകാനുള്ള ഒരു പ്രധാന കാരണമുണ്ട്. അതെന്താണെന്നുള്ളത് പറയാം. അപ്പോൾ അതിനു മുമ്പേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ എല്ലാവരും കാണാനായിട്ട്, പ്രത്യേകിച്ചും പുതിയ യൂട്യൂബേഴ്സിനുള്ള വീഡിയോസാണ് ഞാൻ കൂടുതലായിട്ടും ഇതിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എൻ്റെ വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ വീഡിയോയുടെ അവസാന ഭാഗങ്ങളിലായിരിക്കും വരുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് ഭാഗം കണ്ടിട്ട് നിങ്ങൾ വിട്ടിട്ട് പോവുകയാണെങ്കിൽ അവസാനം പറയുന്ന ഭാഗങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ വീഡിയോ മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യുക, എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി എന്തുകൊണ്ടാണ് യൂട്യൂബ് പലരും വിട്ടിട്ട് പോകാനുള്ള പ്രധാന കാര്യമുള്ളത് എന്നുള്ളത് നമ്മൾക്ക് പറയാം. അതായത് സാധാരണ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്തിനെ പറ്റിയാണ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അത് ഉദ്ദേശിക്കുന്നത്, ഫ്യൂച്ചറിൽ അത് എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഉള്ളത് എന്നുള്ളൊരു കാര്യങ്ങളെപ്പറ്റി ആർക്കും വലിയൊരു മുൻധാരണയൊന്നും ഇല്ലാതെയാണ് പലരും യൂട്യൂബിലേക്ക് ആദ്യം വരാറുള്ളത്. പലരും മറ്റുള്ളവരുടെ വീഡിയോസൊക്കെ നോക്കി അതിൻ്റെ ആ കണ്ടൻറ്റോ അതിൻ്റെ സബ്ജക്റ്റോ ഒക്കെയോ ബേസ് ചെയ്തിട്ടായിരിക്കും വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പലർക്കും അവർക്ക് അറിയാൻ പറ്റാത്ത സബ്ജക്ട്സൊക്കെ ആയിരിക്കും അവർ വീഡിയോസ് ചെയ്യുന്നത്. ആദ്യം കുറച്ച് ദിവസമൊക്കെ കുറേ വീഡിയോസൊക്കെ നോക്കിയും കണ്ടുമൊക്കെ മുമ്പോട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് വേറെ വീഡിയോസ് ഇട്ടിട്ട് പോകാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മൾക്ക് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ചെയ്യുകയാണെങ്കിൽ കുറേ കഴിയുമ്പോഴേക്കും നമ്മൾക്ക് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് കണ്ടൻറ്റ്, അതിൻ്റെ ഒരു ദാരിദ്ര്യം അനുഭവിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇതേ സമയത്ത് നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് വീഡിയോസ് ചെയ്താലോ നമ്മൾക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആശയദാരിദ്ര്യമാണ് ഒരുപാട് പേർക്ക് ഉള്ള പ്രശ്നം. അപ്പോൾ നമ്മളിപ്പോൾ ഈ ചാനൽ തന്നെ നോക്കിയാൽ ഇത് യൂട്യൂബുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് കൂടുതലും മിക്കവാറും ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിന് മുകളിൽ വ്യൂസ് വരാനായിട്ട് സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് പേര്, എന്നും ഈ വീഡിയോസൊക്കെ കാണുന്നവർ കുറച്ച് പേരുണ്ട്. അപ്പം എന്നും എനിക്ക് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ എനിക്ക് ചാനൽ ഗ്രോത്ത് വരില്ല അല്ലേ. അപ്പോൾ പുതിയ വ്യൂവേഴ്സിനെ ഞാൻ കൊണ്ടുവരണമെങ്കിൽ എൻ്റെ വീഡിയോൻ്റെ ക്വാളിറ്റി, കണ്ടൻറ്റ് ഇതൊക്കെ ഞാൻ നല്ല രീതിയിൽ അതിൻ്റെ ബേസിക്സ്, നല്ല അടിസ്ഥാനം ആദ്യം ഉണ്ടാകണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയാൽ സ്ഥിരം വ്യൂവേഴ്സിന് മുകളിൽ ഒരു സ്ഥിതിയിലോട്ട് നമ്മുടെ ചാനലിനെ കൊണ്ടുപോകാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പം ആദ്യം പറഞ്ഞ ഈ കുറേ സ്ഥിരമായിട്ട് വരുന്ന വ്യൂവേഴ്സ്, ഒരു ആവറേജ് വ്യൂവേഴ്സ്, അപ്പോൾ അതിന് പറ്റിയ കണ്ടൻറ്റ്, കാരണം അവരൊക്കെ ആ പ്രത്യേക ഒരു സബ്ജക്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചാനലിൽ വരുന്നത്. അതൊരു നിശ്ചിത പ്ലാനിങ് നമ്മൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു ടാർഗറ്റ് ഓഡിയൻസ് ഇല്ലാതെ വരെ നമ്മൾക്ക് നിശ്ചിതമായിട്ടുള്ളൊരു പ്ലാനിങ്ങോ ഒരു കണ്ടൻറ്റോ ഇല്ലെങ്കിൽ നമുക്ക് സ്ഥിരം വരുന്ന വ്യൂവേഴ്സ് വരാതെയാകും. ഇപ്പം
പലർക്കുമുള്ള പ്രശ്നം വന്നിട്ട് മിക്സഡ് കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു കുക്കിംഗ് ചാനലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുക്കിങ്ങിൻ്റെ ആ രീതി ഇഷ്ടപ്പെട്ടിട്ട് വരുന്നവരായിരിക്കും ഒരുപാട് പേര്. പക്ഷേ നിങ്ങൾ അതൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ കാറിൽ പോകുന്നു, ചുമ്മാ പുറത്തെ ജനലിൽ വിൻഡോയിൽ കൂടെ കുറേ കാഴ്ചകളൊക്കെ എടുത്ത് ഒരു പാട്ടിൻ്റെ കൂടെ ഇട്ടു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെട്ടിട്ട് വരുന്നവരും അങ്ങനത്തെയുള്ള ആൾക്കാർക്ക് അതിൽ ട്രാവൽ ഇത് ചിലപ്പോൾ താല്പര്യമില്ലാതെ വരുമായിരിക്കും. ട്രാവലിംഗ് വ്ളോഗ്സ് ചെയ്യുന്നവർ അത് അവരുടെ രീതിയിൽ ഒരു പ്രത്യേക ഒരു സ്റ്റൈൽ കാണും. അപ്പോൾ ആളുകളെ പിടിച്ചിരുത്തി അതിനെക്കുറിച്ച് ആ സ്ഥലങ്ങളുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ പറയുവാനും അതിനെക്കുറിച്ചിട്ട് ഒരു വോയിസ് ഓവറിലോ ഇല്ല നേരിട്ട് തന്നെയോ ആ സ്ഥലത്തിൻ്റെ കാര്യങ്ങളൊക്കെ കുറിച്ച് അതിൻ്റെ അക്കോമഡേഷൻ എങ്ങനെയാണ്, എവിടെയാണ് അവർ താമസിച്ചത്, അവരുടെ യാത്ര എങ്ങനെയാണ് പ്ലാൻ ചെയ്തത്, അപ്പോൾ അവർ പല കാര്യങ്ങളും അതിൽ ഉൾക്കൊള്ളിച്ചായിരിക്കും ആ ഒരു രീതിയിലുള്ള വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നിനും ഓരോ പ്ലാനിങ് ഉണ്ട്. അപ്പോൾ നമ്മുടെ രീതിയിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് നിങ്ങൾ ആദ്യമേ തീരുമാനിച്ചിട്ട് വേണം നിങ്ങളുടെ ചാനൽ ഓപ്പൺ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ നിങ്ങൾ തുടർച്ചയായിട്ട് നിശ്ചിത സമയത്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നാൽ എന്തായാലും ആ സമയമാകുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ടാർഗറ്റഡ് വ്യൂവേഴ്സ് ആ ചാനലിൽ ഇന്ന് പുതിയ വീഡിയോ എന്തായിരിക്കും, എന്ത് കാര്യത്തിനെ കുറിച്ചായിരിക്കും, എന്ത് ടോപ്പിക്കിനെ കുറിച്ചായിരിക്കില്ല, എന്ത് വിഭവമായിരിക്കും ഇന്ന് കുക്ക് ചെയ്യുന്നത്. ഇപ്പം ചില കുക്കിംഗ് ചാനൽ ഞാൻ പോയി കാണാറുണ്ട്. അപ്പോൾ അവർക്ക് എന്തോ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഫുഡ് ഐറ്റംസൊക്കെ ഇന്നോവേറ്റീവായിട്ട് അവർ പുതിയതായിട്ടൊക്കെ കണ്ടുപിടിച്ചിട്ട് 2 ഐറ്റം വെച്ചിട്ട് 3 ഐറ്റം ഒക്കെ വെച്ചിട്ടുള്ള ഒരുപാട് ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് കാണിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുക നാളെ എന്തായിരിക്കും അവർ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ അത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുമല്ലേ. അപ്പോൾ അതുപോലെ നമ്മളുടെ ചാനലിലും നിങ്ങൾ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് കൊണ്ടുവന്നാലേ കൂടുതൽ ആളുകൾ ചാനലിലോട്ട് വന്ന് കാണുകയുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. എൻ്റെ ചാനലിൽ തന്നെ ഞാൻ മുമ്പ് സ്ഥിരമായിട്ട് 9 മണിക്കായിരുന്നു വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറേ അധികം കാലമായിട്ട് ഞാൻ നാട്ടിലില്ലാത്തത് കൊണ്ടാണ് അത് അപ്ലോഡൊക്കെ ആയി വരാനായിട്ട് കുറച്ച് താമസിക്കുന്നത്. എന്നിരുന്നാലും എനിക്ക് ആ ടാർഗറ്റഡ് ഓഡിയൻസ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഫാമിലി മെമ്പേഴ്സും അവർ ഒരിക്കലും അത് കാണാതിരിക്കുകയില്ല. അതാണ് എൻ്റെ ഏറ്റവും വിലപ്പെട്ട സമ്പത്ത്. യൂട്യൂബിൽ നിന്നും എനിക്ക് നല്ലൊരു ഫാമിലിയെ കിട്ടി. അതുകൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വരെ എല്ലാവർക്കും ബൈ.